ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ നോവസ് സ്കിൻ ക്ലിനിക്കിൽ നിൽക്കുവാണ്. ഞാൻ എൻ്റെ സെക്കൻഡ് സെഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഹൈഫൂൻ്റെ ഈ ഡബിൾ ചെന്നൈ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഞാൻ അതിന് വേണ്ടി വന്നതാണ്. അന്ന് വന്നപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അമ്മ കൊച്ചി പോവാ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ആൻഡ് ടുഡേ ഈസ് എ നൈസ് ബ്രൈറ്റ് ഡേ. രാവിലെ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി നൈസ്. ജിമ്മിലൊക്കെ പോയി തുടങ്ങിയ ശേഷം ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് എന്തോ ഒരു നല്ല ഫീലിംഗ് ഉണ്ട് കേട്ടോ. റിയലി ഹെൽത്തി. ഇന്നലെ ഞാൻ ജിമ്മിൽ പോയിട്ട് നാലാമത്തെ നിലയിലാണ് ഞങ്ങളുടെ ചേഞ്ചിങ് റൂമൊക്കെ. ഞാൻ ഇന്നലെ ലിഫ്റ്റ് എടുക്കാതെ നടന്നു. ഞാനിങ്ങനെ എനിക്ക് അതിനുള്ള എനർജി കിട്ടുമോ കിട്ടൂലേ എന്ന് എനിക്ക് അറിയണം കേട്ടോ. ഇങ്ങനെ എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. 3 നില വരെ വളരെ നന്നായിട്ട് നടക്കാൻ പറ്റും. 3rd 4 3 4 കുറച്ചൊരു കിതപ്പുണ്ടായിരുന്നെങ്കിലും ഐ വാസ് ലൈക്ക് ഫൈൻ. അങ്ങ് എത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എല്ലാ ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേ ലിഫ്റ്റ് കയറാതെ നടന്നു പോകണം. സോ ഇപ്പം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയി. ഇഷാനി പിന്നാലെ നടന്നു പറയാം, എൻ്റെ കേക്ക് കഴിക്കോ. ഞാൻ പറഞ്ഞു ഇല്ല ഇഷാനി. ഇന്ന് ഓസിക്കും കേക്ക് എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് കപ്പ് കേക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു എടാ പാവം ഓസി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വർക്കൗട്ട് ചെയ്യുന്ന, കേക്ക് കഴിച്ച കുളത്തില്ലെന്നാണ്. ഇന്നലെ നമ്മൾ ഓമിയുടെ ബർത്ത്ഡേ, അവൻ മലേഷ്യയിലായിരുന്നല്ലോ ഫസ്റ്റ് ബർത്ത്ഡേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവന് വേണ്ടി ചെറിയൊരു തീം, മെയിൻലി ആ ഒരു തീം പോലെ ഒന്ന് ഇപ്പോൾ ചെയ്യുക, അവനൊന്ന് നിർത്തുക, ഇച്ചിരി ഫോട്ടോസ് എടുക്കുക, മെമ്മറിക്ക് വേണ്ടി ആണ് ഞങ്ങൾ അതുപോലെ ഓബായ് താമരയിൽ ചെറിയൊരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കുഞ്ഞ് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും അതിൻ്റെ 1-2 വിഷ്വൽസ് കാണും, അത് നമുക്ക് കണ്ടിട്ട് വരാം. കണ്ടോ, നല്ല ഭംഗിയായിരുന്നു ആ ഡെക്കോർ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇറ്റ് വാസ് ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. ഇഷാനി ഹൻസും കൂടെ റെഫറൻസ് കൊടുത്ത്. അപ്പം റെഫറൻസ് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ കുഞ്ഞായിട്ട് കാണുമ്പോഴേ അത് ഇത്രത്തോളം വലുതായിട്ട് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇത് ഈ ഡെക്കോറൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കുന്നു അയ്യോ ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉള്ള ഒരു ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ കൊള്ളായിരുന്നല്ലോ. അപ്പം ഞാൻ പോകുന്നു. അങ്ങോട്ട് പോയിട്ടാ. എനിക്ക് വീഡിയോ എടുത്തവരാരും ഇല്ല. എന്നാലും എന്തെങ്കിലും കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹൈഫ് ചെയ്യാൻ വരുമ്പോൾ നമുക്കിതുപോലെ ബിഫോറും ആഫ്റ്ററും ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ. എൻ്റെ ബിഫോറും ആഫ്റ്ററും ഞാൻ കുറേ കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കറക്റ്റാണ് കാണിച്ചു തരാം. ഇത് ചെയ്തൊരു എനിക്ക് 1 മന്തായി. നമുക്ക് എപ്പോഴത്തേക്കായിരിക്കും നല്ല റിസൾട്ട് വരുന്നത്? 4 to 5 വീക്സ് കഴിയുമ്പോൾ എനിക്ക് നല്ല ഗ്ലാമർ ആവുമെന്നാണ് പറയുന്നത്. ചെറുതായിട്ട് ഒരു സൈഡ് കഴിഞ്ഞു. ഇനി ഈ സൈഡ്
Now we're using it for 4.5 mm depth that is mainly for fat reduction. In a 3 mm depth probe use that is for tightening of skin. What exactly is happening? So ultrasound energy which is getting delivered, that is causing thermal zones. That's tightening, skin tightening helping. നമ്മുടെ ഡബിൾ ചിന്നൊക്കെ കുറയുന്നില്ലേ? അത് എന്താണ് ആക്ച്വലി? ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് വെൻ വി ആർ ഡൂയിങ് ദിസ് പ്രൊസീജിയർ? ഇത് ഹീറ്റ് ആണ് ഡെലിവറി. സോ ഹീറ്റ് ഈസ് ഗോയിങ് ആൻഡ് ഈ ഫാറ്റ് പോക്കറ്റ്സിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ബോഡി ദെൻ മെറ്റബലൈസസ് ഈ ഫാറ്റ്. ദാറ്റ് ഈസ് ഹൗ ഫാറ്റ് ഗെറ്റ്സ് ക്ലിയർഡ്. പിന്നെ ദിസ് ഈസ് ടൈറ്റനിങ് ഈസ് മാസ് ലെയർ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട് വിച്ച് ഈസ് ടൈറ്റനിങ് യുവർ സ്കിൻ. ആൻഡ് ഇത് പൊതുവെ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉള്ളതല്ല. ഇതൊരു നോൺ ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. There's no needles, no downtime, അങ്ങനെ ഒരു പ്രശ്നങ്ങളും. അപ്പോൾ ആർക്ക് വേണോ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ചെയ്യാൻ സേഫ് ആണ്. ബട്ട് മെയിൻലി ഇറ്റ് ഇസ് ആന്റി ഏജിംഗ് പ്രൊസീജിയർ. പക്ഷേ ഡബിൾ ചിൻ ഉള്ള യങ് പേഷ്യൻസ് കൻ ഓൾസോ. യങ്സ്റ്റേഴ്സ് ഓൾസോ കം ആൻഡ് ഡു അല്ലേ? ദോസ് ഹു ഹാവ്. ഓക്കേ. ഒരുപാട് പേര് എനിക്ക് ഡൗട്ട്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് completely safe procedure. Painful ആണോ? The scan we are using USG scan, abdominal scan we using ultrasound waves ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. So it's completely safe. അങ്ങനെ ionizing radiations പോലെ ഒരു radiations ഒന്നുമില്ല. Around 130 shots. നെക്കിലും നമ്മളത് ഓൾമോസ്റ്റ് 400 ഷോട്ട്സ് കൊടുത്തിട്ടുണ്ട്. 410 ഷോട്ട്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഗ്യാപ്പ് ഈ ഷോട്ട്സ് ഓരോരുത്തർക്കും വേറെ രീതിയിലാണ്. ഈ ജെല്ലിടുന്നത് എന്തിനാ? ഫ്രിക്ഷൻ ആവാതിരിക്കാനല്ലേ? എന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഹൻസ് വന്നു. കാറിൽ ലൈറ്റ് ഓൺ ആയിക്കടെ. ഹൻസുവിന് കുറേ സ്കിൻ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്തു. ഇതുവരെ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഹൻസിക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് 18 ഇയേഴ്സ് ആവാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷെ ഓർക്കാതെ എങ്ങനെയോ 20 വയസ്സായിപ്പോയി. പക്ഷെ പിന്നെയാണ് ഞാൻ കേട്ടത് 13 തൊട്ടൊക്കെ പറ്റുന്നു. അറിയത്തില്ല. പണ്ട് ഓസി ഷാനി അമ്മു ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹൻസ് കുഞ്ഞല്ലേ, പണ്ട് കുറച്ചുകൂടെ വലുതാവട്ടെ, 18 വയസ്സാവട്ടെ കുറേ. പിന്നെ പെട്ടെന്ന് 18 നിന്ന് 20 ഇങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ അങ്ങ് 20 വയസ്സായിപ്പോയി. അപ്പോൾ ഇനി ഹൻസിക്കും സ്ലോലി ഈ നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ ഒക്കെ ഉള്ളതുണ്ടല്ലോ. ഞാനൊക്കെ എപ്പോഴും ത്രെഡ് ചെയ്യുന്ന ആളാണ്. ഹൻസിക്ക് ഇപ്പോൾ അമ്മുവൊക്കെ അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈശാനിയും ഓസിയൊക്കെ അവർക്ക് ലൈക്ക് ബെറ്റർ നല്ല റിസൾട്ടാണ്. ലൈക്ക് എപ്പോഴും ത്രെഡ് ചെയ്യാനൊന്നും ഓടണ്ട. സോ ഐ തിങ്ക് ഹൻസു ബേബി ഓൾസോ ഷുഡ് സ്റ്റാർട്ട് സൂൺ. അപ്പോൾ ഇന്നൊരു കൺസൾട്ടേഷൻ ഹൻസും കൂടെ വന്ന് ഡോക്ടറെ മീറ്റ് ചെയ്തു. ഡോക്ടർ ദൃശ്യ മീറ്റ് ചെയ്തു. മേ ബി നെക്സ്റ്റ് വീക്ക് ഹൻസു കൻ ഓൾസോ സ്റ്റാർട്ട് ഹെർ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് സ്ലോലി. അപ്പോൾ നമുക്ക് പോവാം. ഓക്കേ.
പുതിയ മാല, മല്ലിമാല, മുല്ലപ്പൂ പോലെ ഇരിക്കും, അത് മുടിയിൽ യൂസ് ചെയ്യും. കൊള്ളാലോ. മല്ലി പുതിയ ഹൻസു ഓസിയുടെ കുറേ പുതിയ ജ്വല്ലറിയാണ്. ഓസി ഇന്നലെ 5 കഴിക്കാൻ വന്നിട്ട് ഇവിടെ ഇരുന്നതിൻ്റെ ഫോട്ടോസ് എടുക്കുക. കൊള്ളാമല്ലോ. ഇത് മല്ലി മല്ലിമാല. മല്ലി നെക്ലസ്. ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ, ഞാൻ വേറെ എവിടെയും കണ്ടില്ല. ആ ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങൾ. ഇതിനകത്ത് മെജോറിറ്റി ബജറ്റ് ഫ്രണ്ട്ലിയാണ്. ഓണത്തിന് വേണ്ടി ഓണം ഓണമാകുമ്പോൾ നമ്മളെല്ലാം ബജറ്റ് ഫ്രണ്ട്ലി. ഇത് കൊള്ളാം. നോ 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 ഇവൻ എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്യും. കസ്റ്റമേഴ്സിന് കിട്ടുന്നതിന് മുന്നേ എല്ലാം ഇവൻ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. കൊള്ളാലോ. ഓ ഇങ്ങനത്തെ സ്റ്റിഫ് പോലെ ഇരിക്കുന്നത്. അസ്ലി. ആ മറ്റേ ഒരു ഗോൾഡ് ഷോപ്പിൽ ഞാൻ കണ്ടാട്ടെ. ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ. ആണല്ലേ? ഇങ്ങനത്തെ സാധനത്തിന് ഭയങ്കര ഡിമാൻഡാണ്. ആ അത് കൊള്ളാം. സെയിം എത്ര കളേഴ്സ് ഉണ്ട് അതിൻ്റെ? ഇത് ഒറ്റ കളറാണ് വന്നത്, വേറെ കളേഴ്സ് ഇല്ല. ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്, കുറച്ചേ ഉള്ളൂ. എന്താടാ ഇതെല്ലാം നിനക്ക് എടുത്തോ. ഇതിൻ്റെ കുറച്ച് വേരിയൻസ് ഉണ്ട്. ഇത് അതിൻ്റെ മൾട്ടി കളർ. അതിൻ്റെ നടുക്ക് അങ്ങനെ ഒരു പേസ്റ്റൽ സ്റ്റോൺ. അതിൻ്റെ തന്നെ വേറെ പേസ്റ്റൽ പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡും ഉണ്ട്. കൊള്ളാം. ഇതെന്ത് കളർ? ഗ്രേ ആണോ? അല്ലല്ല, പേസ്റ്റൽ ബ്ലൂ. ബ്ലൂ ആണല്ലേ? ടാടാ ഓമി ഓമി ചെടിക്കൊക്കെ നല്ലപോലെ വെള്ളം ഒഴിക്കും ഓമി. ഇനി ഇവിടെ ഒരു ചെടിയും കരിയാൻ പാടില്ല. ഡാ ഓംഷി ഓമി അവനെങ്ങനെയെങ്കിലും അവനിപ്പോൾ അവിടെ ഇരുത്തി അവനെ കുളിപ്പിച്ച് അവന് സന്തോഷം. എടാടാ ഡാ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ അവനവ ചെടിയൊക്കെ പിടിച്ച് വലിച്ച് ഇളക്കുന്നുണ്ട്. ഓ ബാഡ് ഹാബിറ്റ്. അവൻ തന്നെ പിടിച്ച് അവൻ തന്നെ അവസാനം ഓരോന്ന് കാര്യം. ഹായ്. അയ്യോ ഓമ ഫുള്ള് ചെടി. ഓമ ഓമി ഹായ് പറ, ഹായ് പറ. നോ നോ ഓമിനെ ഇങ്ങനെ വെക്കട്ടെ, അല്ലെങ്കിൽ ഓമി ചെടി പിടിക്കും. ഓമി 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 ഇങ്ക പറയാ, ഇങ്ക ഇങ്ക. ഇന്റെ അവ ഇപ്പൊ തന്നെ അമ്മയുടെ ഹാഫ് ഉണ്ട് നീളം. എന്റെ എത്ര നീളമുണ്ട്? 2-3 വയസ്സായി എനിക്ക് എടുക്കാൻ പറ്റും. താഴെ താഴെ കൂടെ ചാള് നടന്നു പോയി ബാസ്കറ്റ് ബോളിനകത്തൊക്കെ ബോൾ ഇടും. ലോങ് ബേബിയാണോ? ലോങ് ബേബി യു വിൽ ബി ടോൾ ലൈക്ക് അശ്വിൻ ഗണേഷ്. അപ്പ അപ്പ അപ്പ. മമ്മ അവ ഉമ്മ തരൂ ഇപ്പൊ. അപ്പ പറയുമ്പോ ഉമ്മ. ഓമി ആദ്യമായിട്ട് ട്രിവാൻഡ്രത്തിൽ ഇങ്ങനെ ഒരു കാറ്റ്.
ഗോൾഫ് ക്ലബിൻ്റെ അടുത്തുള്ള SFS സ്ട്രീറ്റിൻ്റെ ഫ്ലാറ്റിൻ്റെ നിൽക്കുക ഞാൻ. ഇല്ല. ഗുഡ് മോർണിംഗ്. അങ്ങനെ റെഗുലറായിട്ട് ഞാനിപ്പോൾ ജിമ്മിലൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് വീണ്ടും എത്തി. ഞാൻ ഇടയ്ക്ക് ആ ഹൈഫു ചെയ്തതിന് ശേഷം ഒരു 3 ദിവസം ജിം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നില്ല. അഗൈൻ ഇന്ന് സ്റ്റാർട്ടഡ് ഇന്നലെ തൊട്ട് ഞാൻ വന്നു തുടങ്ങി. കുറച്ച് നാളായിട്ട് ഐ റിയലി മോട്ടിവേറ്റഡ് ടു കം ടു ദ ജിം ആൻഡ് നമുക്ക് വേണ്ടി ടു വർക്ക് ഔട്ട് ആൻഡ് എനിക്ക് വേണ്ടി കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ഒക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. എന്നോട് പണ്ട് എല്ലാവരും എൻ്റെ ചുറ്റും നിന്ന് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ലൈക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം കിടന്നിങ്ങനെ ഓരോന്നും ചെയ്യാതെ തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, പ്രയോറിറ്റൈസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോഴും ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് റണ്ണിങ് അറൗണ്ട് എവറിബഡി. ബട്ട് നൗ ഐ തോട്ട് കുറച്ചൊക്കെ അവരൊക്കെ പറഞ്ഞതിന് കാര്യമുണ്ട്, നമ്മൾ നമ്മുടെ കാര്യമൊക്കെ കുറേയൊക്കെ ശ്രദ്ധിക്കണം. സോ റെഗുലർ നൗ ജിമ്മിൽ. ആൻഡ് എനിക്ക് തന്നെ ഇപ്പോൾ ഐ ക്യാൻ ഫീൽ മറ്റേ കാലൊക്കെ കുറേ നാൾ നമ്മൾ ഒട്ടും വർക്കൗട്ടൊക്കെ ചെയ്യാതിരിക്കുമ്പോഴേ ആസ് വി ഏജ് ആദ്യമായിട്ടൊക്കെ എൻ്റെ കൈൻഡ് ഓഫ് ബോഡി, അത്ര ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബോഡീസ് ഉണ്ട് കേട്ടോ. ഇന്നലെ എൻ്റെ ട്രെയിനർ രജിത്ത് പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഓരോ കാറ്റഗറിയാണ് ഓരോരുത്തരുടെ. അപ്പോൾ എൻ്റെതൊക്കെ ഏതോ ഒരു പേര് പറഞ്ഞു, ആൻറ്റിയുടേത് ഇന്നൊരു കാറ്റഗറി ആണെന്ന് പറയും. നമുക്കൊക്കെ ആദ്യം നമുക്കൊരു സ്റ്റിഫ്നെസ് വരുന്നത് നമ്മുടെ കാലിലാണ്, ഫീറ്റ്. അപ്പോൾ പൊതുവെ പറയാറില്ല, ലൈക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് നമ്മുടെ ലെഗാണ് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന്. നമ്മുടെ ലെഗ് ഹെൽത്തി ആയിട്ടിരുന്നാലേ നമുക്ക് ഓൾഡ് ഏജിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്ട്രെങ്ത് ഒക്കെ കിട്ടത്തുള്ളൂ. എനിക്കൊക്കെ തന്നെ ഞാൻ പതുക്കെ ഇടയ്ക്കൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്നോവ പോലത്തേക്ക് ഒരു കാറിൽ മറ്റേ ഒരു സ്റ്റെപ്പില്ലാത്ത കാറാണെങ്കിൽ കയറാനും അതുപോലെ ഇറങ്ങാനും ഒക്കെ ഒരു കാലം കൊണ്ട് വെക്കുമ്പോൾ ആ ഒരു കാലിൻ്റെ ബലം പോരാ നമുക്ക് തോന്നും. ലൈക്ക് നമുക്ക് ബോഡി വെയിറ്റ് ഉള്ളപ്പോൾ നമ്മൾ ആ ഒരു കാല് വെച്ചിങ്ങനെ കൊണ്ട് കയറാൻ നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാവും എൻ്റെ ലെഗ് വീക്കാവും നോക്കണം. പണ്ടൊക്കെ നമ്മൾ യങ്ങറായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. നമുക്ക് ഇച്ചിരി എത്ര പൊക്കത്തിലോട്ടും കയറാനും പെട്ടെന്ന് ചാടി ഇറങ്ങാനും ഒക്കെ പറ്റും. ഇത് നമ്മുടെ ആസ് വി ഏജ് ആൻഡ് നമ്മൾ ഒട്ടും നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലത്തെ ഓരോ ഇഷ്യൂസ് വരുന്നത്. സോ ഇപ്പോൾ സ്ലോലി ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1 year അടുപ്പിച്ചായി. പക്ഷെ ഒരുപാട് നാളെ ഞാൻ വരാതിരുന്നു. ഓസിയിലേക്ക് ഡെലിവറിയൊക്കെ ആയ സമയം തൊട്ട് കാലങ്ങളോളം ഞാൻ വന്നില്ല. പിന്നെ എൻ്റെ ഫാദറിൻ്റെ സിക്നസ് ഡേയ്സ്, വയ്യാത്ത കുറേ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി വന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇഷാനിയുടെ കൂടെ ഷൂട്ടിന് പോകുമ്പോഴായാലും ഹൻസുവിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് പോയപ്പോഴായാലും ഒക്കെ ഒരുപാട് നാളെനിക്ക് വരാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന ദിവസമൊക്കെ വരുന്നുണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഐ ഷുഡ് ഹാവ് ബീൻ മോർ റെഗുലർ. പിന്നെ ചിലപ്പോൾ ഒക്കെ ഒരുതരം മടിയാവും, കുറേ ദിവസം വരാതിരിക്കുമ്പോൾ പിന്നെ വരാനേ ഒരു മൂഡ് കാണില്ല. വിൽ ജസ്റ്റ് ഗെറ്റ് യൂസ് ടു ആ ഒരു രാവിലെ കോസി ആയിട്ട് നമ്മുടെ കാര്യമൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുക, ഓമി വരാൻ വേണ്ടി നോക്കിയിരിക്കുക. അപ്പം അങ്ങനെ കുറേ നാൾ അങ്ങനെയൊക്കെ പോയി. ഇപ്പം എൻ്റെ ട്രെയിനർ മെയിനായിട്ട് എന്നെ മെലിയിക്കാൻ നോക്കുന്നതിനേക്കാൾ എൻ്റെ ബോഡിയിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനാണ് കറക്റ്റാണ് നോക്കിയത്. അപ്പോൾ എന്നോടൊരു ആൻറ്റിയെ കൊണ്ട് കുറേ ഡിഫിക്കൽട്ട് വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് ആൻറ്റി പെട്ടെന്ന് മെനിയും. പക്ഷെ അതല്ല, ആൻറ്റിയുടെ ബോഡിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ നമുക്ക് ആ ബോഡിയെ റെഡിയാക്കി കൊണ്ടുവരണം. സ്ട്രെങ്ത് ട്രെയിനിങ് വേണം, കാല് എല്ലാത്തിനും ഒരു സ്ട്രെങ്ത് വേണം. അപ്പോൾ സ്ലോലി എനിക്ക് ആ സ്ട്രെങ്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ആ കോവിഡ് തുടങ്ങിയ ആ കാലത്ത് കുറേ നാൾ യോഗ ചെയ്തു. ആ സമയത്ത് ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ബോഡി ഫെൽറ്റ് വെരി ഗുഡ്. പിന്നെ ഞങ്ങളുടെ യോഗ ഇൻസ്ട്രക്ടർ ആ സമയത്ത് പുള്ളിക്കാരി ഒരു 1 month ബ്രേക്ക് എടുത്തപ്പോൾ ഞങ്ങളും അങ്ങ് ഉഴപ്പി. പിന്നെ തിരിച്ച് റീജോയിൻ ചെയ്യാനൊരു മടിയായിട്ട് പിന്നെ അതൊക്കെ അങ്ങനെ പോയി. അപ്പോൾ ഓക്കെ, ഞാൻ പോയി സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇത് ഞാൻ കുറച്ച് ലേറ്റാണ്. ഇതിനകത്ത് സംസാരിക്കുന്ന ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഹൈ മ്യൂസിക്. ഇപ്പോൾ എന്തോ അബദ്ധത്തിന് ഇച്ചിരി മ്യൂസിക് കുറഞ്ഞിരിക്കുക. ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത് വാമപ്പാണ്. കുറേ എക്സസൈസസ് ചെയ്യും, എന്നിട്ട് താഴെ പോയി ഒരു 10 minute ത്രെഡ്മിൽ ചെയ്യും. അപ്പോഴത്തേക്ക് എൻ്റെ ട്രെയിനർ എത്തും. പിന്നെയാണ് നമ്മൾ
ഓരോ മെഷീൻസ് ഓരോ ദിവസം ഓരോ പാർട്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വാമപ്പ് ചെയ്യട്ടെ. വാമപ്പ് കഴിഞ്ഞു. താഴെ പോകുമ്പോൾ ലക്കനുസരിച്ചിരിക്കും ത്രെഡ്മിൽ വരുന്നത്. ത്രെഡ്മില്ല് ഫുൾ ആൾക്കാരായിരിക്കും. നോക്കട്ടെ, ലക്കോട് ലക്കാണ്. 2 ത്രെഡ്മിൽ ഫ്രീ ആണ്. ഇതിൽ കയറണോ ഇതിൽ കയറണോ?
ഇന്ന് അത്യാവശ്യം നല്ല ടയേർഡായി. ഞാനിപ്പോൾ നിൽക്കുന്ന ഫീനിക്സ് ജിമ്മിലാണ്. ഫീനിക്സ് ജിമ്മിൻ്റെ ഈ ലേഡീസിൻ്റെ ചേഞ്ചിങ് ഏരിയ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് എപ്പോഴും. ഓൾവേസ് ഇറ്റ്സ് ക്ലീൻ ആൻഡ് നല്ല കുറച്ച് സ്റ്റാഫുണ്ട്. എപ്പോൾ നമ്മൾ വന്നാലും ഇറ്റ്സ് വെരി വെൽക്കമിങ് ആണ്. ഒരിക്കലും ഒരു ബാഡ് സ്മെല്ലോ ഒന്നുമില്ല. ഒത്തിരി ലേഡീസ് വന്നു പോകുന്ന സ്ഥലമാണ്, പക്ഷെ അപ്പോൾ നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് ഭയങ്കര ഒരു നല്ല ഫീലാണ് ഇവിടെ വരാനേ. ഐ തിങ്ക് മോസ്റ്റ് ജിംസ് ആർ ലൈക്ക് ദാറ്റ്. പക്ഷെ ഞാൻ ഈ അടുത്തൊന്നും മറ്റു വേറെ ജിംസിൽ പോയിട്ടില്ല, അപ്പോൾ അതെനിക്ക് അറിയത്തില്ല. സോ ഐം ജസ്റ്റ് സേയിങ് ഫീനിക്സിൽ ലേഡീസ് ഡ്രസ്സിങ് ഏരിയ ഇസ് എക്സ്ട്രീംലി നൈസ്. ഇവിടെ സ്റ്റീം സോണ ബാത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അങ്ങനെ ആരും പറയുന്നുണ്ട്. ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല, ബട്ട് ഐ ലൈക്ക് ദിസ് പ്ലേസ്, ഇറ്റ്സ് വെരി പോസിറ്റീവ്. ഹൻസൊക്കെ എത്തിയും തോന്നുന്നു താഴെ. ഞാൻ വേഗം ചെല്ലട്ടെ അവരെ കാണാൻ. ഹായ്, ഹൻസ് കുട്ടി മുടി കെട്ടിയില്ലേ? ഹൻസു ഇച്ചിരി ബാക്കിലോട്ടല്ലോ, നല്ല മറ്റേ ഓവർ ബ്രൈറ്റ്. ഹൻസു ജിം എൻജോയ് ചെയ്യുന്നുണ്ടോ? Somewhat. ഇഷ്ടാണോ? I like it when I'm really tired. Tired, struggling situation. And doctor, we know that we are going to change with the moon. Tired ആവണം, tired ആയില്ലെങ്കിൽ എനിക്ക് വിഷമമാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Yeah. എഗ്. എന്താ കഴിച്ചേ? I'm supposed to have 3 eggs. 3 eggs ഇപ്പോൾ 2 ആയി. 2 ഇപ്പോൾ 1.34 ആയി. അതൊക്കെ രാവിലെ എഗ് അങ്ങനെ ബോയിൽഡ് എഗ് കഴിക്കാൻ പറ്റില്ല. ഞാൻ വേറെ ഫോമിൽ എഗ് കഴിച്ചു. ഞാൻ ഒരു ദോശയും കഴിച്ചു. ഫ്രൂട്ട്സ്. ഓക്കെ, ഞാൻ പോട്ടെ. ഗോ എൻജോയ്. ബൈ. ഭയങ്കര വിശ്വസിക്കുന്ന കാണുന്നത്. ബൈ ചക്കരെ, മുടി കെട്ടിക്കോ കേട്ടോ. ബൈ മുത്തേ. ബൈ പൊന്നെ. ബൈ ബൈ. ഇഷാനിയുടെ ഡ്രസ്സായിരിക്കുമല്ലോ പഴയത്. ഹൻസു ഇപ്പൊ എല്ലാം ഇഷാനിയുടെ പഴയ ഡ്രസ്സാണ് ഇടുന്നത്. ഹൻസുന് ഇനി വേണം പതുക്കെ ജിം ക്ലോത്ത്സ് വാങ്ങാൻ അല്ലേ? ഗുഡ് പെർക്സ് ഓഫ് ഹാവിങ് സോ മെനി സിസ്റ്റേഴ്സ്. ആക്ച്വലി ഓസിയുടെയും പഴയത് കാണുമോ എവിടെയെങ്കിലും ഒക്കെ? ചെറുതായിരിക്കും. അപ്പൊ ശരി അമ്മ പോട്ടെ. ബൈ ചക്കരെ, ബൈ. വലുതായിട്ട് കെയർ ആരും കൊടുക്കാതെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു റോസാ ചെടിയിൽ നിറയെ പൂക്കളായി. ഓക്കെ, ഈ റോസിൻ്റെ ചെടി പെട്ടെന്ന് വാടിപ്പോവും. 2 നേരം വെള്ളം കൊടുത്തില്ലെങ്കിൽ എൻ്റെ പൂവിനൊരു ഡൾനെസ്. നമ്മളെ റംബൂട്ടാൻ എല്ലാം കഴിഞ്ഞു. മരങ്ങളൊക്കെ കുറച്ച് ട്രിം ചെയ്തു. ഭയങ്കര കാട് പിടിച്ചിരിക്കുമായിരുന്നു, അതുകൊണ്ട് എല്ലാം ഒന്ന് ട്രിം ചെയ്തു. ഇത് ഇഞ്ചിയാണോ മഞ്ഞളാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ആരോ നട്ടതാ. ഡ്രാഗൺ കുറേ അധികം വന്നിട്ടുണ്ട് ഈ വർഷം. കുറച്ച് നമ്മളെപ്പോഴും ഉള്ളതുപോലെ അല്ല, വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സമാധാനത്തിന് കുറേ കായെല്ലാം ഉണ്ട്, കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഖമാണോ? കയറട്ടെ.
ഇത് എടുക്കണോ? അപ്പോൾ ഇത് നാളെ ഇവിടെ വെച്ച് മുകളിലോട്ട് വെച്ച് കട്ട് ചെയ്യും. അല്ല, ഇത് കുറച്ചുകൂടെ വലുതാണ്. ഇല്ല, കുറച്ചുകൂടെ മുകളിൽ. ആ ബൈ ബൈ ബൈ. ബേബിയൊക്കെ വന്നിട്ട് പോയി. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഇപ്പോൾ ഓസിക്ക് കഴിക്കാൻ കൊടുത്ത ടേസ്റ്റ് മധുരം വളരെ കുറവ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് പറ്റി. ആക്ച്വലി നമ്മുടെ ഇവിടെയുള്ള ബ്രീഡ് ഭയങ്കര സ്വീറ്റാണ്. പലപ്പോഴും കടകളിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളതിനേക്കാൾ ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങൾ വളരെ പ്രൗഡായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പൊതുവേ ഞങ്ങളുടെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല റെഡായി നന്നായിട്ട് കളറൊക്കെ ആയി നമുക്കൊരു മൂഡ് വരുമ്പോഴാണ് നമ്മളത് പറിച്ചെടുക്കുന്നത്. വേറെ ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് കിച്ചു വെറുതെ ഒരു ചെടി ആ മതിലിൻ്റെ സൈഡിൽ നട്ടതാണ്. അതങ്ങ് പുറത്തോട്ട് വളർന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് അത് ഒത്തിരി അങ്ങ് വലുതായി. അത് ഒരുപാട് പൂവും കായും എല്ലാം വരുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ഒരുമിച്ച് 20-30ഓളം ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങളത് പച്ചയായിരുന്നു. അപ്പോൾ അതിങ്ങനെ പറിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എപ്പോഴോ അതിന് ചെറുതായിട്ടൊരു കളർ അടിച്ച സമയത്ത് നമ്മളെന്തോ തിരക്കായിരുന്നു വിട്ടുപോയി. പക്ഷെ ഫുൾ ആരോ കട്ടുകൊണ്ടുപോയി. അപ്പോൾ ഈ അടുത്തുമൊക്കെ എപ്പോഴെങ്കിലും കുറച്ച് റെഡ് ആകുമ്പോൾ ആൾക്കാർ കട്ടുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും അഖിലും കൂടെ ഇന്നലെ അവിടെ പോയിട്ട് ഇച്ചിരി കളർ ചെറുതായിട്ട് വന്നതിന് പ്ലക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഇന്നലെ എല്ലാവരും മെനിഞ്ഞാണ്. അപ്പോൾ ഇന്നായപ്പോൾ അത് ഓൾമോസ്റ്റ് കളർ റെഡിലോട്ട് എത്തി. പക്ഷെ അത് ആ ചെടിയിൽ നിന്ന് നല്ല റെഡ് ആവുന്നതിന് മുന്നേ പറിച്ചതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതിന് മധുരം കുറവ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അപ്പോൾ ഒരുപക്ഷെ കടകളിലൊക്കെ ഇരിക്കുന്നത് ഏകദേശം അവർക്ക് ഈ വണ്ടികളിൽ കയറ്റി ഒരുപാട് ദൂരെയൊക്കെ സ്ഥലങ്ങളിൽ കൊടുത്തു വിടണ്ടേ. അപ്പം കാരണം ഞങ്ങളിവിടെ അല്ലാതെ നമ്മുടെ റൈപ്പ് പറിക്കുന്നത് ചിലതൊക്കെ ഞാനിങ്ങനെ അതിങ്ങനെ ടപ്പ് ഇങ്ങനെ പൊട്ടും അങ്ങ് അത്രയ്ക്ക് റൈപ്പായിട്ട്. ആ ഒരു സമയത്തായിരിക്കും വേഗം പോയി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പിടി കിട്ടി. ഇപ്പം നേരത്തെ പറിച്ചിട്ടാണ് നമ്മൾ കടയിൽ വെച്ച് പതുക്കെയാണത് കളറാവുന്നെങ്കിൽ പൊതുവേ മധുരം കുറവായിരിക്കുന്ന തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ നമുക്കുള്ള ബാക്കിയെല്ലാം നമ്മുടെ വീടിനോട് ചേർന്നൊക്കെ നിൽക്കുന്നുണ്ട്. അതാരും കട്ടുകൊണ്ട് ഒന്നും പേടിക്കണ്ട. നമുക്ക് തന്നെ സമയമാകുമ്പോൾ റൈപ്പാകുമ്പോൾ ജസ്റ്റ് 1 by 1 ആയിരിക്കും കൂടുതലും നമ്മൾ പറിക്കുന്നത്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്നിപ്പോൾ സാധാരണ ഓമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രാഗൺ. ഇന്നിപ്പോൾ കഴിച്ചില്ല. ഓസി കഴിച്ചു പോയി. ഓസിക്ക് നാളെ ചെന്നൈ പോവാണ്. ഇഷാനിയും ചെന്നൈ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കിവിടെ കുറേ ജോലിയുണ്ട്. എൻ്റെ ഈ വ്ളോഗ് എന്നോ തുടങ്ങി എവിടെയോ എത്തി. എനിക്ക് തന്നെ അറിയത്തില്ല അതിന് എത്ര ലെങ്ത് ആയെന്ന് അറിയത്തില്ല. കുറച്ച് ജിം ഫുട്ടേജസ് ഉണ്ട്. ജിമ്മിലൊക്കെ തന്നെ ലൈക്ക് ഐ എം ഗോയിങ് ഡെയിലി. ഐ എം ട്രൈങ് മൈ എന്താണ് ഏറ്റവും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യാനായിട്ട്. വെയ്റ്റ്സൊക്കെ ഇപ്പോൾ എന്നോട് ചോദിക്കും 5 കിലോയുടെയാണ് എടുക്കുന്നത് ചോദിക്കും. 7.5 പറ്റുമോ ആൻറ്റി? ഞാൻ പറയും പറ്റും. ഞാൻ വേകുമ്പോൾ 7.5 എടുക്കും. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും എന്നും കറക്റ്റാണ് പോകാൻ മതിയായിരുന്നു. വെതറൊക്കെ ഇപ്പോൾ കുറച്ച് ഓക്കെയാണ്. ഇവിടെ വലിയ ചൂടൊന്നുമില്ല കേരളത്തിൽ. പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നു മഴ എല്ലാ വർഷത്തെ അത്ര നമുക്കൊരു കാലവർഷം കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്നലെ രാത്രിയൊക്കെ കറണ്ട് കട്ടുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ഏരിയയിലുണ്ടോ ലോഡ് ഷെഡിങ്? ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ രാത്രി കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞ് 25 മിനിറ്റ്സാണ് ലോഡ് ഷെഡിങ് എന്ന്. പണ്ടൊക്കെ 1/2 hour ആയിരുന്നു. വൺസ് അപ്പോൺ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. 95, 96 ആ കാലഘട്ടത്തിലൊക്കെ പകല് 4 മണിക്കൂറൊക്കെ കറണ്ട് കട്ടുണ്ടായിരുന്നു പകൽ സമയത്ത്. അന്നത്തെ ടൂ മച്ച് ആയിരുന്നു. അന്നൊക്കെ ഈ ഇൻവേർട്ടർ അതൊക്കെ ഇങ്ങനെ വീടുകളിലൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ടൊന്നും എത്തിയിട്ടില്ല. അന്ന് ഞാൻ അമ്മ കുഞ്ഞായിരുന്നു. ആരുമ്പോൾ കിച്ചുവിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു ആ സമയത്ത്. കിച്ചുവിൻ്റെ ഫ്ലാറ്റിലും അവിടെയൊക്കെ ഇതുപോലെ കറണ്ടൊക്കെ പോകുമ്പോൾ ഫ്ലാറ്റിലൊക്കെ മുകളിൽ നിന്നാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടില്ല. അപ്പോൾ എനിക്കത് ഇപ്പോഴും ട്രോമയാണ്. 4 മണിക്കൂർ, അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ പോകും. 4 മണിക്കൂർ ആ കറണ്ടൊക്കെ കൊണ്ട് പോകുമ്പോൾ 4 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും? അതും മിക്കപ്പോഴും ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും ഇവിടെ. വൈകുന്നേരം സമയത്തൊക്കെയാണ് പോകണമെങ്കിൽ ഞാനൊക്കെ ഇറങ്ങി പുറത്ത് അവിടെ മറ്റേ പാർക്കൊക്കെ ഉണ്ട്, അവിടെ എവിടെയൊക്കെ അങ്ങ് പോകും. ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഇറങ്ങി പോകാനും പറ്റത്തില്ല. ഭയങ്കര വെയിൽ തന്നെ. എന്തായാലും ഈ പവർ കട്ട് ഇതൊക്കെ ഒന്ന് തീർന്നാൽ മതിയായിരുന്നു. ഐ തിങ്ക് ഒരുപാട്
മഴയൊക്കെ പെയ്ത് ധാരാളം വെള്ളമൊക്കെ കിട്ടുമ്പോഴാണെന്ന് തോന്നി പവർ കട്ടൊക്കെ ഇല്ലാതാവുന്നത്. എല്ലാ വീടുകളിലൊക്കെ ഇപ്പോൾ എവിടെ നോക്കിയാലും ആൾക്കാർ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. സോളാർ വെക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും ആലോചിക്കും, പിന്നെ അങ്ങ് മടിക്കും, പിന്നെ വെക്കണം തോന്നുന്നു. സോളാർ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സോളാർ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് പലരോടും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു 3-4 AC ഒക്കെ ഇടുന്ന പോലത്തെ വീട്ടിൽ എത്രയാവും നമുക്ക് സോളാർ, ആൻഡ് എങ്ങനെയാണ്. ഞാൻ 3-4 പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പലരും വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കാണെങ്കിൽ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് മറ്റേ, അതുകൊണ്ട് അതിൻ്റെ മുകളിൽ വേണം ഈ സോളാർ വെക്കണമെങ്കിൽ വെക്കാം. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ആകെ ഒരു മടി. ബെഡ്റൂമിൽ കബേർഡ് റീഡൂ ചെയ്തതേ ഉള്ളൂ, ചെയ്തതിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു 1 ആഫ്റ്റർ അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു പണി അങ്ങോട്ട് കഴിയാൻ ഒരു 2 ആഴ്ച എടുക്കും. അതൊക്കെ കഴിയുമ്പോൾ നമ്മളൊക്കെ തളരും. പിന്നെ ഒരു പുതിയ പണിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആകെ സ്ട്രെസ്സാണ്. എന്താ ബേബി? ഒരു ചെറിയ പാക്കറ്റ് ടൂത്ത് പേസ്റ്റ് ഓർഡർ ചെയ്തത്. ചെറുത് മുകളിൽ എടുക്കടാ, നോക്കട്ടെ. ഇഷാനി ഓർഡർ ചെയ്താ ഒരു ടൂത്ത് പേസ്റ്റ് ചെറുതൊന്നും മുകളിൽ. നമ്മൾ റൂമിൽ യൂസ് ചെയ്യണ സെൻസർഡ് അതിന് എടുക്കാം. ദിസ് യു കീപ് ഇറ്റ്. അപ്പം ഞാൻ ആക്ച്വലി ഞാൻ ചെയ്ത ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, നോവൽസിൽ ചെയ്ത ഹൈഫു എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ച് ഞാൻ തന്നെ പോയിട്ട് അഡ്ജസ്റ്റ് ഞാനൊന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അതിൽ ഡിസ്കസ് വിത്ത് യു ഓൾ. ഓക്കെ, ഐ തിങ്ക് ഐ വോണ്ട് ജസ്റ്റ് ടെൽ യു ഓൾ ഓൾസോ അബൌട്ട് ഇറ്റ്. എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾ തന്നെ പറഞ്ഞു. ഐ തിങ്ക് ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്, കുറച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി വെറുതെ എനിക്ക് പോലെ ഞാനൊന്ന് ഫോട്ടോക്കൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ നല്ലപോലെയൊക്കെ ഫേസ് വയ്ക്കുമ്പോൾ അവിടെ കുറച്ച് വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ അനുഭവം, ഞാൻ ഇതുവരെ ഞാൻ അതിൻ്റെ ഒരു ഇതിൽ പോയിട്ട് നന്നായിട്ട് അതിനെക്കുറിച്ച് വായിച്ചു. ഡോക്ടർ നമുക്ക് ചെയ്യുന്ന ഡോക്ടർ ദൃശ്യ, ഡോക്ടർ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കേൾക്കും, പക്ഷെ ഞാനൊരു 5 മിനിറ്റിൽ ഞാൻ മറന്നു. എനിക്ക് വളരെ ഗ്രാസ്പിങ് ഒരു ഇതില്ലാത്ത ചില സബ്ജക്ട്സ് ഉണ്ടല്ലോ, ലൈക്ക് സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത, അധികം മനസ്സിലാവാത്ത ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. ലൈക്ക് എനിക്കൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ഒരു പരിധി വരെ മാത്സ്, പിന്നെ ചില സമയത്ത് കമ്പ്യൂട്ടറൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയ ആ കാലത്ത്, ഞാനൊക്കെ 11th 12th പഠിച്ചു, ഇറ്റ് വാസ് ലൈക്ക് ബേസിക്. എനിക്കത് മനസ്സിലാവത്തേ ഇല്ലായിരുന്നു, എനിക്കത് ഒന്നും മനസ്സിലാവത്തില്ല. അത് പക്ഷെ നമ്മൾ കൂടെ ഇരിക്കുന്ന പല കുട്ടികളും വളരെ നല്ല രീതിയിൽ അതൊക്കെ സോൾവ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കിങ്ങനെ ഒട്ടും മനസ്സിലാവത്തില്ല. നമ്മുടെ ഇവിടെ അമ്മും മനസ്സും നന്നായിട്ട് അതൊക്കെ ചെയ്തത്. അപ്പോൾ അതുപോലെ ഡോക്ടർ ദൃശ്യ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ വലുതായിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോഴായത് ഞാൻ തന്നെ പോയി ഒന്ന് വായിച്ചിട്ട് എനിക്ക് എന്താണ് മനസ്സിലാവുന്നത്, എൻ്റെ ഈ മനസ്സിൽ മനസ്സിലാവുന്ന പോലെ എന്തെങ്കിലും ഐ ക്യാൻ ഷെയർ വിത്ത് യു ഓൾ. ആൻഡ് അതിൽ വേറെ ഒന്നും ടെക്നോളജി യൂസ് ചെയ്യില്ല. ഇറ്റ്സ് ജസ്റ്റ് ഐ തിങ്ക് എന്താ പറയുക, ലേസറാണോ, ലേസർ ട്രീറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. എനിക്കൊക്കെ ആണെങ്കിൽ ബാക്കിയൊക്കെ ചെയ്യാൻ വലിയ പഠിപ്പി. എനിക്ക് ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടാകും. ഞാൻ എൻ്റെ ഈ ഇയർ സ്റ്റിച്ച് ചെയ്തതിന് ഇന്നലെ എന്നെ ആരെയോ കണ്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയും, ഇവിടെ എവിടെയോ ഒരു സ്ഥലമുണ്ടോ ഒട്ടും വേദനയില്ലാതെയൊക്കെ ചെയ്തു തരുന്നു. എന്നാലും എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വായിച്ചിട്ട് ഐ ട്രൈ ആൻഡ് ഷെയർ ദാറ്റ് വിത്ത് യു. ഓക്കെ, ബൈ പൊന്നെ, എൻജോയ്, സേഫ്. താങ്ക്സ്, ബൈ. ഗാർഡനിലൊക്കെ പുല്ല് വെട്ട ആൾ വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഇവിടെ നിന്ന് റംബൂട്ടാൻ തൈകളെല്ലാം പോയി. അയ്യോ, കിച്ചു കവറിലിട്ട് നിർത്തിയാണല്ലോ കസ്റ്റർഡ് ആപ്പിൾ. എന്ത് പറ്റി? പഴുത്തിട്ടും ഇല്ലല്ലോ. അയ്യോ, ഒരെണ്ണം കൂടെ ഉണ്ട്. ആർക്കൊക്കെ കസ്റ്റർഡ് ആപ്പിൾ ഇഷ്ടം?
ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു പ്രൊസീജിയറുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്, HIFU അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ട് ഓരോ ഏരിയാസിൽ ഫാറ്റ് കൂടുതലുള്ള ഏരിയാസിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ട് പ്രൊസീജിയറാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ എക്സാക്ട്ലി സംഭവിക്കുക എന്നൊക്കെ ഉള്ളത് ഐ എം സ്റ്റിൽ സ്റ്റഡിങ് അബൌട്ട് ഇറ്റ്, ഐ എം സ്റ്റിൽ ലേണിംഗ് അബൌട്ട് ഇറ്റ്. അതൊക്കെയാണ് ഇനി വരുന്ന എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് ഷെയർ വിത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ലഞ്ചൊക്കെ കഴിഞ്ഞ് ബ്യൂട്ടി പാർലറിൽ നിന്ന് ലഞ്ച് കഴിഞ്ഞു. പിന്നെ എനിക്ക് ഓസിയുടെ ഫ്ലാറ്റിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. ഇനി വീണ്ടും പോകണം. ഇപ്പോൾ സഫീല അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഐ തിങ്ക് ദിസ് വീഡിയോ ബിക്കെയിം റിയലി ലോങ് അല്ലേ, റിയലി ലോങ് ആണെന്ന് തോന്നുന്നു. ഇനി എഡിറ്റ് ചെയ്യണം. ഇന്നും ജിം ആൾ വെൻ്റ് ഓൺ വെൽ. ഇപ്പം ഞാനൊരു റെഗുലർ ജിം പേഴ്സൺ ആണ്. ദാറ്റ് ഫീൽസ് ഗുഡ്. ലൈക്ക് ജിമ്മ് മിസ്സാവാതെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നിൽ ആ ഒരു മോട്ടിവേഷൻ കാണുമ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു സന്തോഷം. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഡൂയിങ് വെൽ. For me, I'm okay. I'm just coping up with things and okay ആണ്. all things are fine. ചില സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഐ എം റിയലി എ സ്ട്രോങ് പേഴ്സൺ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നൂലേ. ആം ഐ വീക്ക് എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് തോന്നുന്നു യു നോട്ട് വീക്ക്, യു ആർ സ്ട്രോങ് എനഫ് എന്ന് തോന്നും. അപ്പോൾ ഐ തിങ്ക് ഈ വീഡിയോയിൽ ഇത്രയൊക്കെ മതി. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചും അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഹൗ ഇറ്റ് വർക്ക്സ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ ഐ ക്യാൻ എക്സ്പ്ലെയിൻ വിത്ത് യു ഓൾ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഹൈഫു പോലത്തെ പ്രൊസീജിയേഴ്സ് കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണോ എന്ന്. അതിനെക്കുറിച്ചും ഐ എം നോട്ട് വെരി മച്ച് അവെയർ. എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു വിവരമില്ല. പക്ഷേ ഐ തിങ്ക് ഒരു വിധപ്പെട്ട ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ എം നോട്ട് ഷുവർ കേട്ടോ. ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും. ലൈക്ക് യു ഓൾ ഗൂഗിൾ, നിങ്ങളുടെ അടുത്തുള്ള ഇതുപോലത്തെ സ്കിൻ ക്ലിനിക്സ് ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കും. മസ്റ്റ് ബി ഇറ്റ് ബി. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പോയപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ എന്നോട് ഡിക്കി പറയുകയാണ് ദാറ്റ് നേപ്പാളിലൊക്കെ ഈ ഹൈഫു ഭയങ്കര കോമൺ ആണ്. കാരണം ഇതിന് യൂസ് ചെയ്യുന്ന മെഷീനറീസൊക്കെ ചൈനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചൈനയിൽ നിന്ന് നേപ്പാളിലോട്ട് ഈ ബ്രിങ് ഇറ്റ് ക്വൈറ്റ് ഈസിലി. അത് അവർക്ക് കുറച്ച് വില കുറച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഡിക്കിയുടെയൊക്കെ സ്ഥലം സിക്കിമാണ്. അപ്പോൾ സിക്കിമിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഗോ ദെയർ, നേപ്പാളിൽ പോകും ഇത് പഠിക്കാനും ഇതിൻ്റെ മെഷീനറീസ് മേടിക്കാനും. ആൻഡ് ഓൾസോ അവരൊക്കെ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഭയങ്കര എഫക്റ്റീവാണ്, 2 month ആകുമ്പോൾ നല്ല എഫക്റ്റ് ആയിരിക്കും, ഇപ്പം തന്നെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജിമ്മിൽ വെച്ചിട്ടുണ്ട് കാലിലെ ഒരു നഖം ഒടിഞ്ഞു പോയി, വാക്കല്ലാതെ ഒടിഞ്ഞു. അപ്പം ഞാൻ സ്വന്തമായിട്ട് അതിനെ കട്ട് ചെയ്ത കുളവും മെയിനായിട്ട് കാഴ്ചശക്തി കുറവായതാണ് മെയിൻ പ്രോബ്ലം. പിന്നെ കുനിഞ്ഞ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഞാൻ വേഗം ടിക്കി അവ ശരിയാക്കി തരും. ഈ ഷൂസ് ഇട്ടിട്ട് ഓരോന്നും ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ കാല് മടക്കിയിട്ട് എന്തോ ചെയ്തപ്പോൾ നഖമങ്ങ് നന്നായിട്ട് ഒടിഞ്ഞു. പിന്നെ അതൊക്കെ പോയി റിപ്പയർ ചെയ്തു വന്നു. ഇന്ന് നല്ല ലഞ്ചായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ. മേ ബി ഐ വിൽ ടോക്ക് ടു യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ അടുത്ത കാലത്ത് ഒരുപാട് ഈ നമ്മുടെ ഈ വെക്കേഷൻസിനൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ഓരോ സ്പോർട്സ് ഉണ്ടല്ലോ. ലൈക്ക് ഇത് ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ടതൊക്കെ പുതിയത് തന്നെയാണോ പണ്ടത്തേതാണോ എനിക്കറിയത്തില്ല. എന്നാലും ഒരെണ്ണം എവിടെയായിരുന്നു, മറ്റേ ഒരു ഹോട്ട് ബലൂൺ, അങ്ങനത്തെ ഒരു സാധനം അതിലിങ്ങനെ പോകുന്നു, ഒരാൾ അതിൽ നിന്ന് വീഴുന്നു, പിന്നെ വേറെ ഒന്നിലിങ്ങനെ തീ വരുന്നു. പിന്നെ ഈവൻ ബീച്ചിലൊക്കെ ആൾക്കാർ നിൽക്കുമ്പോൾ ലൈക്ക് വേവ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമായിട്ട്. ഇപ്പോൾ ഒരുപാട് ഇതുപോലത്തെ ആൾക്കാരിങ്ങനെ ഒരു വെക്കേഷൻ മൂഡിൽ എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരുപാട് ഈ നാച്ചുറൽ കലാമിറ്റീസ് പോലെ സംഭവിക്കുന്നതും ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും പോലത്തെ ഒരുപാട് സാധനങ്ങൾ ഈ അടുത്ത് എനിക്ക് കാണാനിടയായി കേട്ടോ. സോ വെനെവർ ഐ സീ ഓൾ ദിസ് ഐ കീപ് ഫോർവേഡിങ് ടു മൈ കിഡ്സ് ആൻഡ് എവറിബഡി. ആൻഡ് പ്ലീസ് എല്ലാവരും അവെയർ ആയിരിക്കണമല്ലോ. ഇങ്ങനത്തെയൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. എപ്പോഴും ഫ്രണ്ട്സുമായിട്ടൊക്കെ എവിടെ പോയാലും നമ്മൾ എത്രത്തോളം നമ്മൾ ആ ഫണ്ണിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതിനേക്കാൾ നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതെല്ലാവരും മനസ്സിലാക്കണം. ബിക്കോസ് ആ ഫണ്ണൊരു ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ആ സേഫ്റ്റി ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ലൈക്ക് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വെനെവർ ചിൽഡ്രൻ ആർ ഗോയിങ് സംവെയർ വിത്ത് ദെയർ ഫ്രണ്ട്സ് ടു ഹാവ് ഫൺ, ഞാൻ എപ്പോഴും റിമൈൻഡ് ചെയ്യും ഓൾവേസ് ബി കെയർഫുൾ. നമുക്ക് ഈ കടലിനെ തീരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് വളരെ പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ വേവ്സ് വരുന്നു, നമ്മളെ കാലിൽ മുട്ടിയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേസ് നമ്മൾ 2-3 സ്റ്റെപ്പും കൂടി ചിലപ്പോൾ മുമ്പോട്ടെടുക്കും.
എൻജോയിങ് ആ വേവ്സ് നമ്മളെ കാലിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്ന അതൊക്കെ നമ്മളൊന്ന് എൻജോയ് ചെയ്യും. പക്ഷെ പെട്ടെന്നായിരിക്കും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂജ് വേവ്സ് വരുന്നത്. ചിലർക്കൊക്കെ അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് അവിടെ കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ പല ബീച്ചസിലും പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ലൈഫ് ഗാർഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ചിലപ്പോൾ വളരെ കാമായിട്ടായിരിക്കും കടൽ കിടക്കണം, എന്നാലും അവർ പറയും ഇന്നത്ര ഇതല്ല, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും ഇയാളെന്തിനാ ഇങ്ങനെ പറയുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അവരവരുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ കണ്ടിട്ടുള്ള പല മോശപ്പെട്ട സംഭവങ്ങളും അവർ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്നായിരിക്കും അവർ പറയുന്നത്. നമുക്ക് പോലും ഒരിക്കൽ പണ്ട് ഇതുപോലെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പൂവാറ് ഐസ്ലാൻഡ് കൊക്കോയിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മളൊരു കായൽ പോലത്തെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അവിടെ നമ്മളിങ്ങനെ ബോട്ടിൽ അപ്പുറത്ത് ഇറങ്ങുമ്പോൾ അവിടെ ബീച്ചുണ്ട്. അവിടെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് റിലേറ്റീവ് കിച്ചുവിൻ്റെ കസിനും കുഞ്ഞും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ കളിച്ചുകൊണ്ട് എല്ലാവരും പ്ലേയിങ്. അങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമായിരുന്നു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്തപ്പോഴത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വേവ് വന്നു. അപ്പോൾ അങ്ങോട്ട് നിൽക്കുക, കിച്ചു, ഞാൻ, ഇഷാനി, ഹൻസു, അമ്മു ഒക്കെ അങ്ങോട്ട് നിൽക്കുക. ഇവിടെ കിച്ചുവിൻ്റെ കസിൻ്റെ കുഞ്ഞിനെയും ഹൻസുവിനെ ഇങ്ങനെ വരും. ഹൻസു കുഞ്ഞ് മീൻസ് ഒരു 4 years 5 years രണ്ടുപേരെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നിന്ന പോസ്. ഫോട്ടോ എടുത്തത് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന ഒരു ലൈഫ് ഗാർഡിൽ ഒരാളായിരുന്നു തോന്നുന്നു. മറ്റൊരു ലൈഫ് ഗാർഡ് പോലത്തെ ഒരാളാണ് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് അൺഎക്സ്പെക്റ്റഡ്ലി സഡൻലി ഭയങ്കര ഒരു വേവ് വന്നു. വേവ് ഇങ്ങനെ നമ്മുടെയൊക്കെ മുഖത്ത് വിടും. നെക്സ്റ്റ് ഷോട്ട് കാണുന്നത് കിച്ചുവിൻ്റെ കസിൻ്റെ കുഞ്ഞിന് അത് കുറച്ച് ചെറിയ കുട്ടിയാണ്, അതിനെ പിടിച്ചിട്ടുണ്ട്. ഹൻസ് പെട്ടെന്ന് അങ്ങ് വീണു. അപ്പം നമുക്കൊക്കെ അവിടെ നിന്ന് ഒരു സെക്കൻഡ് ഹൻസുവിനെ കയറി ഇങ്ങനെ കിച്ചു ചാടി വീണു, അവിടെ നിന്ന് ലൈഫ് ഗാർഡ് ചാടി വീണു, വേഗം ഹൻസുവിനെ പിടിച്ചു. ആൻഡ് അത് വളരെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഇതാണ്. ഹൻസുവിനും അതുകൊണ്ട് കടലൊക്കെ കുറച്ച് ട്രോമയാണ്. ഹൻസുവിന് ഭയങ്കര പേടി. ഇത് ഞങ്ങൾ നല്ല കരയില്ല, വെള്ളത്തിലോട്ടൊന്നും അല്ല, ജസ്റ്റ് ആ ബീച്ച് കാലിൽ വെള്ളം തട്ടുന്ന ആ പോർഷൻ. പാവം ഹൻസു വന്ന് തൊട്ടപ്പുറത്ത് മാറിയിരുന്ന് മണലിൽ കളിക്കുകയായിരുന്നു. ഞങ്ങളാണ് ഹൻസു ഒരു ഫോട്ടോ എടുത്തിട്ട് പോകുന്ന പറയും. ഹൻസുവിനെയും മറ്റേ കുഞ്ഞിനെയും രണ്ടുപേരെയും വിളിച്ച് ഇവിടെ നിന്ന് നമ്മൾ ആ ഫോട്ടോ എടുക്കവെയാണ് ഈ വേവ് വന്നപ്പോൾ ഹൻസുവിനെ പിടിച്ചിരുന്ന ആളെന്തോ കൈവിട്ടപ്പോൾ ഹൻസു കുഞ്ഞല്ലേ പെട്ടെന്ന് അങ്ങ് വെള്ളത്തിലോട്ട് ജസ്റ്റ് അവിടെ തന്നെ. പക്ഷെ എന്നാലും അതൊരു 10 സെക്കൻഡ് നമുക്ക് മാനസികമായിട്ട് ഒരു പേടി ഇങ്ങനെ വന്നു കേട്ടോ. അതിനുശേഷം ഐ എം എക്സ്ട്രീംലി കെയർഫുൾ. ബീച്ചിലൊക്കെ ഞാൻ പോകുമ്പോൾ പറയും ഇത്രയൊക്കെ ഫൺ മതി, മാറി നിൽക്കും. ഇപ്പം അത്രത്തോളം നമുക്കൊരു ഷുവറായിട്ടും ഒന്നും പറ്റില്ല എന്നുള്ളൊരു മൂഡ് കാണുമല്ലോ. അപ്പം മാത്രമേ ഒന്നൊരു മുട്ട് വരെയെങ്കിലും വെള്ളം കയറുന്നിടത്ത് പോകത്തുള്ളൂ. ചില ബീച്ചസ് ക്വൈറ്റ് പീസ്ഫുൾ ആയിട്ടായിരിക്കും നിൽക്കുന്നത്, ചിലത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ പിന്നെ വയ്യുള്ള ട്രാവലിംഗ് ഇതുപോലെ നമ്മൾ ഈ ഹോളിഡേയ്സിനൊക്കെ പോകുമ്പോൾ ഏത് ആക്ടിവിറ്റീസിലോട്ട് പോകുമ്പോഴും പ്ലീസ് ബി എക്സ്ട്രീംലി കെയർഫുൾ. നമ്മൾ കുറച്ച് കോഷ്യസ് ആയിരിക്കണം കേട്ടോ. ഞങ്ങളും മറ്റേ കാശ്മീരിൽ പോയിട്ടുള്ളപ്പോൾ അതിലൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും പറയണം, കേബിൾ കാറിലോ ആക്സിഡൻറ്റ്സ് കണ്ടിട്ടുണ്ട്. പറഞ്ഞിട്ടൊന്നും കാര്യം. പക്ഷെ എല്ലാവരും നമ്മളെപ്പോഴും മനസ്സിൽ നമുക്ക് ആ ഒരു കോഷ്യസ്നെസ് ഉണ്ടായിരുന്ന കുറേയൊക്കെ നമുക്ക് സേഫായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഞാൻ എൻ്റെ സൗണ്ട് ക്ലിയർ ആകാൻ വേണ്ടി ഫാൻ ഓഫാക്കി. അപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ടേക്ക് കെയർ. ബൈ.